عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹാദരണീയരായ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞങ്ങളിന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് ലോകത്ത് ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടി പ്രകൃതി തന്നെ തിരഞ്ഞെടുത്തൊരു മാർഗമാണ് അധിനിവേശം എന്നുള്ളത്. അത് നന്മയും തിന്മയുമാവുമ്പോൾ അതൊരു വലിയ സംഭവബഹുലമായ ഒരു ചരിത്രമായി തന്നെ മാറും. അത്തരത്തിലുള്ള തിന്മയെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇന്ന് ലോകമാകമാനമുള്ള 200 കോടി മുസ്ലിമീങ്ങളുടെ നിലനിൽപ്പിന് കാരണമായ 1500 വർഷങ്ങൾക്കിപ്പുറം നടന്ന ഒരു ഐതിഹാസിക ചരിത്രത്തിൻ്റെ ചില അനർഘ നിമിഷങ്ങളിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. അഹദത്തിലെ അലിഫലിഫില മകമിയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ലാ. അഹദത്തിലെ അലിഫലിഫില മകമിയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ലാ. അരിമാ കലൈ കുത്ത് ബനുദിനം ഖുർആനിൽ അളവൂറ്റല കുറി ബിസ്മില്ലാ. അളവൂറ്റല കുറി ബിസ്മില്ലാ. അഹദത്തിലെ അലിഫലിഫില മകമിയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ലാ. അരിമാ കലൈ കുത്ത് ബനുദിനം ഖുർആനിൽ അളവൂറ്റല കുറി ബിസ്മില്ലാ. അളവൂറ്റല കുറി ബിസ്മില്ലാ. ബഹ്റാ ഖുർആനിൽ പൊരുൾ മൊഴുതകുയിനെ പരിശ തടൽപതി ബിസ്മില്ലാ. പരിശ തടൽപതി ബിസ്മില്ലാ. അഹദത്തിലെ അലിഫലിഫില മകമിയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ലാ. വസ്ഫത്തു ബദർ, യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ചറിയുന്ന ദിനം. ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗോജലത്തിൻ്റെയും ഐതിഹാസിക ചരിത്രം. മദീനയിലെത്തിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടരെയും വെറുതെ വിടാൻ ഖുറൈശികൾ ഒരുക്കമായിരുന്നില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടരെയും ക്രൂശിച്ചു കൊണ്ടേയിരുന്നു. തങ്ങളുടെ സമ്പത്ത് കവർന്നുകൊണ്ട് കച്ചവടത്തിനായി ഷാമിലേക്ക് പോകുന്നുണ്ട് എന്നറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂട്ടരും അവരെ തടയാനായി ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ ഇടുകയാണ്. നിർഭാഗ്യവശാൽ പക്ഷേ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. രണ്ടാമതായി അവർ വഴിമാറി രണ്ടാമൂഴം നടത്തിയപ്പോഴും അവർ വഴിമാറി രക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബാക്കളെയും യമപുരിയിലേക്ക് അയക്കണമെന്ന ദുശ്ശാഠ്യത്തോടെ അബൂജഹലും കൂട്ടരും മക്കയിൽ നിന്നും ഒരുമ്പിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു. അബൂജഹലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തിനുമെതിരെ ഖുറൈശികൾ യുദ്ധത്തിനൊരുങ്ങുമ്പോഴാണ് ഒരു പ്രശ്നം. ഖുറൈശികളുമായി കിനാന ഗോത്രക്കാർ ഒരു ആഭ്യന്തര വിഷയത്തിൽ ഒരു ചെറിയ പ്രശ്നത്തിൽപ്പെടുകയുണ്ടായി. ആയതിനാൽ ആ പ്രശ്നം സങ്കീർണമായതോടുകൂടി ബദർ യുദ്ധം ഉപേക്ഷിക്കുന്ന ഘട്ടം വരെ എത്തേണ്ടി വന്നു. അപ്പോഴാണ് ഇത് പരിഹരിക്കാനായി കാക്ക വന്നത്. ആരാണ് കാക്ക? അബൂജഹലിനെക്കാളേറെ ഇസ്ലാമിൻ്റെ പതനം ആഗ്രഹിക്കുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ കാക്കയാണ്. ആരാണത്? സാക്ഷാൽ ഇബ്ലീസുൽ ലഈൻ തന്നെ. അദ്ദേഹം കിനാന ഗോത്രത്തിലെ മുഖ്യനായ സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ രൂപത്തിൽ വന്ന് അബൂജഹലിന് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നങ്ങളും നിങ്ങളിലേക്കുണ്ടാവില്ല, ഞങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് നിങ്ങളുടെ മേലുണ്ടാകും, നിങ്ങളുടെ ഒപ്പം തന്നെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പൂർണ്ണ പിന്തുണ നൽകിയപ്പോൾ അബൂജഹലിൻ്റെ ആവേശം കത്തിജ്വലിക്കുകയാണ്. അങ്ങനെ അതാ ഇരു സഖ്യങ്ങളും ബദറിൻ്റെ രണാങ്കളത്തിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, ഒരു ഭാഗത്ത് 1000-ലേറെ സൈന്യബലമുള്ള അതിലേറെ മാരകായുധങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയുള്ള ഒരു വലിയ സമൂഹം. 200-ലേറെ അശ്വഭടന്മാരും അതിലേറെ മൂർച്ചയേറിയ മാരകായുധങ്ങളുടെ ശേഖരം തന്നെ അബൂജഹലിൻ്റെയും സംഘത്തിൻ്റെയും പക്കലുണ്ടായിരുന്നു. സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും സൂചികയായി അബൂജഹൽ നമുക്ക് വിശേഷിപ്പിക്കാം. എന്നാൽ മറുപുറമാണെങ്കിലോ വെറും 313 പേരടങ്ങുന്ന, വെറും 5 കുതിരകളടങ്ങുന്ന, വിരലെണ്ണാവുന്ന മാത്രം ആയുധങ്ങൾ മാത്രമുള്ള
വെറും ഒരു ചെറു സൈന്യം. അവർക്ക് സ്വന്തമാണെന്ന് പറയാനുള്ളത് കേവലം അവരുടെ ശരീരവും മനസ്സും മാത്രമാണ്. അവരുടെ സിരകളിലൂടെ ഒഴുകുന്നത് വെറും രക്തമായിരുന്നില്ല. തൗഹീദിന്റെ മുദ്രണം ഉറക്കെ ഉറക്കെ അവരുടെ ശരീരത്തിൽ നിന്നും അടിച്ചു കയറുകയായിരുന്നു. അവർക്ക് സമർപ്പിക്കാനുള്ളത് അവരുടെ ശരീരമായിരുന്നു. ബദറിന്റെ കാഹളം മുഴങ്ങുകയാണ്. ബദറിൽ പൊടി പാറി. ബദറിൽ എന്താണ് സംഭവിക്കുന്നത്? ബദർ ഇരുകൂട്ടരും മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ഖുറൈശി സംഘത്തിന്റെ ആർമാദങ്ങളും ഒരു ഭാഗത്ത് പ്രതിരോധത്തിന്റെ ഒരു കവച വലയം തന്നെ മുസ്ലിം സൈന്യം തീർക്കുന്നു. ഇരു വിഭാഗങ്ങളും അച്ചടി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന രീതിയിൽ മൂർധന്യാവസ്ഥയിലെത്തുമ്പോഴാണ് എന്തൊക്കെയോ ചില മാറ്റത്തിരുത്തലുകൾ. എന്താണത്? കിത്തി മുതിർത്തി ചുറ്റിട ദൂരകൾ അണി അണി വര വരു വരി വരി തത്രിപ്പിത്ത് ദുഷ്ട നിറക്കപ്പെട്ട ശിവരുക കുട കുട പടി കൊട്ടി പിടി പിടി ചൊടി ചൊടിയുണ്ടും കുട കുട പട്ടി കുട്ടി പിടി പിടി ചൊടി ചൊടിയുണ്ടും തറ്റുറ്റ് കുത്തറടിത്ത് പട്ടാള മിടുകൊടു കൊടുമാരേ ഇടുകൊടു കൊടുമാനേ കുതി കുതി മതലടി അടി അടിയുടുകിടതുണ്ടു ദിശരി നെടിപ്പുറമിൽ തബ് തബ് തമടമടുണ്ടു ചുവടുകൾ കുശൽ വിളി ചുള വിളി 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 പടവളി കൊമ്പും തത്തിരിത്തി പെട്ടോര് തൊകുവിളി പരികാളം എന്താണ് ഫൈനൽ റിസൾട്ടായിട്ടുണ്ടായിരുന്നത്? യുദ്ധം മൂർച്ചയേറിയ ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ചില മാറ്റത്തിരുത്തലുകൾ നമുക്ക് കാണാം. മുസ്ലിങ്ങളാണ് മുന്നിൽ. എങ്ങനെ? എന്തുകൊണ്ട് മുസ്ലിങ്ങൾ മുന്നിലായി? ഖുറൈശി പ്രമുഖരിൽ പലരും യമപുരിയിലേക്ക് നേരത്തെ അഡ്രസ്സ് എടുത്ത് പോയിരിക്കുന്നു. എന്തുകൊണ്ട്? ഈ അബൂജഹലിന്റെ മനസ്സിൽ ഭീതിയുടെ അഗ്നിയാളം കത്തിയെരിയുകയാണ്. തങ്ങളുടെ ത്രിദൈവമൂർത്തികളായ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ആവർത്തിച്ച് വിളിക്കുകയാണ്. ഓ ലാത്ത, ഓ മനാത്ത, ഓ ഉസ്സ, നിങ്ങളുടെ ഇഷ്ടദാസന്മാരെ നിങ്ങൾ കൈവെടിയുകയാണോ? നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്, എന്നിട്ട് നിങ്ങൾ കൈയൊടുകയാണോ എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അസ്വദും വലീദും എപ്പോഴോ യമപുരിയിലേക്ക് ടിക്കറ്റ് എടുത്ത് പോയി. പക്ഷേ അവർ മനസ്സിലാക്കിയില്ല, അവരെതിരിടുന്നത് വെറും ഒരു കൂട്ടം മനുഷ്യരെ ആയിരുന്നില്ല. സർവ്വലോക അധിപനായ ജഗന്നാഥനായ ഏഴാകാശങ്ങളുടെയും അർശിൻ്റെയും അധിപനായ ഇസ്ലാമിൻ്റെ ഉടമസ്ഥനായ പരലോകനാഥനായ അള്ളാഹുവിനാണ് അവർ വെല്ലുവിളിച്ചത്. ആ കേവലം 313 പേരടങ്ങുന്ന കൂട്ടത്തിലുണ്ടായിരുന്നവരിൽ ഒരു ബാക്കപ്പിനായി പടച്ച തമ്പുരാൻ ആകാശത്തു നിന്നും മലക്കുകളുടെ ബാക്കപ്പിനെ തന്നെ ഇറക്കി വിട്ടു. ഇത് കണ്ടപാടെ അബൂജഹലിന്റെ ഇപ്പത്ത് നിന്ന് നമ്മുടെ കാക്ക ഞാൻ തടിയപ്പെട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പോൾ അബൂജഹൽ ചോദിച്ചു, നിങ്ങളെങ്ങോട്ടാ പോണത്? നിങ്ങളല്ലേ ഞങ്ങളിങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടത്, ഇപ്പം ഞങ്ങളെന്തായി? നിങ്ങളെങ്ങോട്ടാ പോണത്? നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പലതും എനിക്ക് കാണാൻ സാധിക്കും. മലക്കുകളെ ബാക്കപ്പ് വന്നതോടുകൂടി ഖുറൈശി പ്രമുഖർ ഓരോന്നോരോന്നായി വീണുകൊണ്ടിരിക്കുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് നീങ്ങുകയാണ്. എന്തോ മുന്നത്തെ ഒരു ശബ്ദം പൂർത്തീകരിക്കാൻ വേണ്ടി അബൂജഹലിനെ നേരിടുകയാണ്. ഭീമാകാരനായ അബൂജഹലിനെ നേരിടാൻ മുആദ് റളിയല്ലാഹു അൻഹു വിയർക്കുകയാണ്. പക്ഷേ വെട്ടുന്നതിന് മുമ്പും അതാ ബാക്കിൽ നിന്നും ഓർക്കാപ്പുറത്തടി പോലെ അതാ മീകായിൽ അലൈഹി ഇസ്ലാമിന്റെ തണ്ടാൽക്കാരമായ വെട്ടിൽ അബൂജഹൽ നിലംപതിക്കുകയാണ്, നാമാവിശേഷമാവുകയാണ്. മീകായിൽ അലൈഹി ഇസ്ലാമിന്റെ ഒരു സ്ട്രൈക്കിൽ അതാ അബൂജഹൽ നിലംപതിച്ചിരിക്കുന്നു. ഖുറൈശികളുടെ നേതാവായ അബൂജഹൽ നിലംപതിച്ചിരിക്കുന്നു. അതോടുകൂടി മറുഭാഗത്തുണ്ടായിരുന്ന ഒരു വലിയ സംഘം തന്നെ തിരിഞ്ഞോടുകയാണ്, ഭയന്നോടുകയാണ്. അങ്ങനെ അബൂജഹൽ നിലംപതിച്ചതോടുകൂടി ഇസ്ലാം വിജയത്തിന്റെ വെന്നിക്കൊടി നാട്ടുക തന്നെ ചെയ്തു.
ഈ ശ്മശാനമൂകതയിൽ യുദ്ധം കഴിഞ്ഞു. യുദ്ധവിജയത്തിന് ശേഷം ഈ ശ്മശാനമൂകതയിൽ ഇബ്നു മസ്ഊദ് തങ്ങൾ ആരെയോ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ആരെയായിരുന്നു അത്? ആരെയായിരിക്കും അത്? നബികൾ റസൂലുകൾക്കും നായകൻ ഹാത്തിമാലെ നബി തങ്ങള സുഹാബിമാരിലല്ല. നബി റസൂലുകൾക്കും നായകൻ ഹാത്തിമാലെ നബി തങ്ങള സുഹാബിമാരിലല്ല. നാടി അബുജാഹിലങ്കേ ഇവറൻ പടക്കളം തന്നെ മക്കുത്തലായി കിടക്കുന്ന ഹർബായ് പോയണ്ടും കേട്ട് മാതയണ്ടും ചൊന്ന കവിടനെ കണ്ടു ഞാൻ താലതിൽ കാലകങ്ങൾ കശിന്നുള്ള വാർത്ത കൂറി കഥ കേട്ടെല്ലാം സൈറായപ്പോ. ആരെയാണ് ഇബ്നു മസ്ഊദ് തങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നത്? ഈ ശ്മശാനമൂകതയിൽ ആരെയായിരിക്കും അന്വേഷിച്ചു കൊണ്ടിരുന്നത്? അത് മറ്റാരെയുമായിരുന്നില്ല, ഖുറൈശികളുടെ നിലം പതിച്ച നേതാവായ അബൂജഹലിനെ തന്നെയായിരുന്നു ഇബ്നു മസ്ഊദ് തങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്നത്. പ്രജ്ഞയേറ്റ് കിടക്കുന്ന അബൂജഹലിന്റെ ശരീരം കണ്ടപാടെ ഇബ്നു മസ്ഊദ് തങ്ങൾ നെഞ്ചിലേക്ക് ചാടിക്കയറുകയാണ്. അതോടുകൂടി ഇബ്നു മസ്ഊദ് തങ്ങൾ വർദ്ധിത വീരത്തോടുകൂടി പല കാര്യങ്ങളും അബൂജഹലിനോട് പറയുകയാണ്. അവർ തമ്മിലൊരു വാഗ്ദത്തം നടക്കുകയാണ്. എന്താണ് അവിടെ അവർ പറയുന്നത്? ഇബ്നു മസ്ഊദ് മരിക്കാനായിട്ടും അർദ്ധപ്രാണനായിട്ടും മരിക്കാൻ സമയമായിട്ടും അർദ്ധബോധാവസ്ഥയിൽ ആ സമയത്തും അബൂജഹലിന് പലതും പറയാനുണ്ടായിരുന്നു. അതിലേറെ തിരിച്ച് ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് തിരിച്ച് പലതും ചെയ്യാനുണ്ടായിരുന്നു. അബൂജഹൽ പറഞ്ഞു, അർദ്ധപ്രാണനായി കിടക്കുന്ന ആ സമയത്ത് അബൂജഹൽ പറഞ്ഞു, നിങ്ങൾ വിജയിച്ചു എന്ന് കരുതണ്ട, ഞങ്ങൾ തന്നെയാണ് വിജയിച്ചത്. എനിക്ക് നീ എന്നെ കൊല്ലുന്നത് എനിക്ക് വിഷമമില്ല. പക്ഷേ ഒരു കാര്യം എന്നെ അലട്ടുന്നുണ്ട്. ഇത്രയും വലിയ മേധാവിയായി എന്നെ കൊല്ലുന്നത് വെറും കേവലം നീയാണ്. കാരണം നീ ഒരു കർഷകന്റെ മകനാണ്. ഇത്രയും വലിയ അധിപനായി എന്നെ കൊല്ലുന്ന ഒരു കർഷകന്റെ കൈകൊണ്ടാണെന്ന് ഓർത്തപ്പോഴാണ് എനിക്ക് വിഷമം. ഇത് കേട്ടപാടെ ഇബ്നു മസ്ഊദ് തങ്ങൾ ഉറയിൽ, അപ്പോൾ അബൂജഹൽ പറഞ്ഞു, നീ നിന്റെ കാര്യം കഴിച്ചോളാൻ പറഞ്ഞു. ഇബ്നു മസ്ഊദ് തങ്ങൾ ഉറയിൽ നിന്നും വാളൂരി വെട്ടാനാഞ്ഞപ്പോൾ അബൂജഹൽ പറഞ്ഞു, 1 സെക്കൻഡ്, ഒരു നിമിഷം നിങ്ങളൊന്ന് ക്ഷമിക്കൂ. നിങ്ങളുടെ ഈ പഴഞ്ചൻ വാൾ കൊണ്ട് എൻ്റെ കഴുത്ത് മുറിക്കാൻ സാധിക്കില്ല. എൻ്റെ ഉറയിലുണ്ട് ഇതിനേക്കാൾ വിലപിടിപ്പുള്ള സ്വർണത്തിൻ്റെ വാൾ, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കഴുത്തറക്കുക. അങ്ങനെ ഇബ്നു മസ്ഊദ് തങ്ങൾ അബൂജഹലിൻ്റെ കഴുത്ത് മുറിക്കുകയാണ്. അങ്ങനെ ഈ കപടമായി അബൂജഹലിന്റെ തലയിൽ ഓട്ടക്കിട്ടു. ഇലാ ഹദ്റ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുക്ക് എത്തുകയാണ്. നബി സ്വഹാബാക്കൾ മർഹബ ആനയിക്കുകയാണ്. അങ്ങനെ ഇസ്ലാം ഒരു മെസ്സേജ് മാത്രം ഞാൻ നൽകിക്കൊണ്ട് എൻ്റെ ഈ അവതരണം ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ബദർ എന്നത് കേവലം ഒരു ആക്രമണമായിരുന്നില്ല, അതൊരു പ്രതിരോധമായിരുന്നു. അതിനർത്ഥം 313 പേരിനെതിരെ 1000 പേർ വന്നപ്പോൾ നിർത്തിപ്പോകണമെങ്കിൽ 1000 അല്ല 2000 അല്ല, ലോകം മൊത്തം ഒരുമ്പിട്ടിറങ്ങി വന്നാലും ഇസ്ലാമിനെ കാത്തു സൂക്ഷിക്കുമെന്ന് പടച്ച തമ്പുരാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബദറിൻ്റെ മഹാത്മ്യം വിളിച്ചുകൊണ്ട് ബദർ ഒരു ആക്രമണമല്ല പ്രതിരോധമാണെന്ന മെസ്സേജ് നൽകിക്കൊണ്ട് ബദറിനെ വക്രീകരിക്കുന്നവരെയും ഒരു പ്രഖ്യാപനം നൽകിക്കൊണ്ട് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കാം. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.